അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റേഞ്ച് റോവറിൻ്റെയും ഫോർച്യൂണറിൻ്റെയും ക്രാഷ് ടെസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ക്രാഷ് ടെസ്റ്റിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ക്രാഷ് ടെസ്റ്റ് എവിടെ വെച്ച് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ട് സ്ഥലം തപ്പി നടക്കണ ബൈക്കൊക്കെ എടുത്തുകൊണ്ടിട്ട് ഗൈസ് നമ്മൾ ഫസ്റ്റത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ നിന്ന് 2 വണ്ടി എടുത്ത് ചാടിക്കണം. ആ റാമ്പിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ ഇത്ര ദൂരത്തു നിന്നാണ് പോകാൻ പോകണം. ഫസ്റ്റ് നമ്മളെ റേഞ്ച് റോവർ നോക്കാം. ഞാൻ എന്താ റേഞ്ച് റോവർ സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ള പെയിൻ്റ് അടിക്കാൻ നൈസ്. എന്തായാലും റേഞ്ച് റോവർ എയറിലോട്ട് പോകാൻ പോയല്ലേ മരിച്ച്. റേഞ്ച് റോവറിന് ഒട്ടും കുഴച്ചില്ലാത്ത വണ്ടിയാണ് നൈസ്. ഇത് ഓടിക്കണതിൻ്റെ ഇടയിലും വല്ല ഇളകി പറഞ്ഞു വീണ വണ്ടി അഴുക്ക വണ്ടിയാണെന്നാണ് അർത്ഥം. ഈസിനെന്താ പറപ്പിക്കുകയാണ് ഈസ് വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ അത്ര സ്പീഡും ഇല്ല. കയറ്റി ആളെ നശിച്ച് നാരായണക്കല്ലെടുത്ത് പെർഫെക്റ്റ്. ഓക്കെ, ഒരു പാർട്ട് പോലും ഇല്ല ഈ സ്ഥലം. ഇപ്പോൾ ഒരു ഡോർ മാത്രമുണ്ട് ഈ സൈഡിൽ. ഈ വണ്ടിക്ക് നമുക്കൊരു 10ൽ 1 റേറ്റിംഗ് കൊടുക്കാം. 1 10ൽ 1 10ൽ 2 കൊടുക്കുക, അല്ലെങ്കിൽ 10ൽ 2. ഇനി നമ്മളെ സ്വന്തം ഫോർച്യൂണർ, അതിന് 10ൽ 2 റേറ്റിംഗ്. ഫോർച്യൂണർ വന്നപ്പോഴേ വെള്ള പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് ഐസ് വരുന്നത്. അതിന് 10ൽ 2 റേറ്റിംഗ്. നമ്മളെ ഫോർച്യൂണർ അങ്ങനെയൊന്നുമല്ല, ഇത്തിരി കൂടെ അത് പോയതിനെക്കാട്ടിയും ഡബിൾ ദൂരത്തിൽ നമുക്ക് പോകാൻ. എനിക്കൊരു വിശ്വാസമുണ്ട് ഈ ഫോർച്യൂണർ ഇത്ര പെട്ടെന്നൊന്നും അങ്ങനെ പൊളിയൂല. ഇത്രയും ദൂരത്തുനിന്നല്ല അത് പോയത്. നമ്മളൊരു അത്രയും ദൂരത്തു നിന്നാണ് വരാൻ പോണത്. നമുക്ക് ഷോറൂമൊക്കെ കഴിഞ്ഞു പോകണം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് വരാം, ഇവിടെ നിന്ന് വണ്ടിയും കൊണ്ട് ചെല്ലാം. നമ്മൾ വണ്ടി വളച്ചിട്ടുണ്ട്. ഇത് തലപതി പേര് കേട്ട വിസിലടി തീ, ഇത് തലപതി ഉങ്കനെഞ്ചിനടി പതി. നമ്മൾ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിയോൻ്റെ ആളിയാ. ഫിയോണ്ടി നല്ല രീതിക്ക് തന്നെ സ്പീഡിന് പോകണുണ്ട്. വാ അരേ വാ. ബാക്കിലെ 2 ചില്ലേഴ്സൊക്കെ എല്ലാം പോയിട്ടുണ്ടല്ലോ ഫോർച്യൂണറിന്. ഇതിനോ അതിനൊക്കെ ഏകദേശം 10ൽ 2 റേറ്റിംഗ് ആണ്. പക്ഷേ ഇതിന് 3 കൊടുക്കാൻ പറ്റും. 2 ചില്ല് പൊട്ടിയിട്ടില്ല ബാക്കിൽ. അതിന് ഒരു കഥവ് മാത്രമേ ഇളകിപ്പോവാത്തുണ്ടായിരുന്നു. അവൾ സേഫ്റ്റി കൂടുതൽ അതിനാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് 2 കൊടുത്താൽ മതി. ഇനി നമ്മൾ അടുത്തതാണ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് താഴോട്ട് ചാടുന്ന ഏതായിരിക്കും നോക്കാം. ഹെലികോപ്റ്റർ എടുക്കണം. നമ്മളിപ്പോൾ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിലോട്ടാണ് പോകാൻ പോണേ, സിറ്റിയുടെ. ഗൈസ് ഒരു മച്ചാൻ നമ്മളെ പറഞ്ഞിരുന്നു 9 അടിച്ച് നോക്കാം. നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേ നൈസ്. അപ്പോൾ നമുക്ക് 9 ഒന്ന് അടിക്കണം. അത് ലാസ്റ്റ് അടിക്കാം വീഡിയോയുടെ. എന്നാലും ആ മച്ചാൻ നമ്മൾ വിഷമിപ്പിക്കൂല. നമ്മൾ 9 അടിച്ച് കൊടുക്കും. പിന്നെ വേറൊരു മച്ചാൻ എന്തോ ഗോസ്റ്റ് റൈഡർ എടുക്കാനാണെന്ന് തോന്നുന്നു. എന്തോ പറഞ്ഞായിരുന്നു. നമ്മളത് ശരിക്കും അങ്ങോട്ട് കേട്ടില്ല. എന്താണ് പറഞ്ഞാൽ ശരിക്കും എനിക്കങ്ങോട്ട് മനസ്സിലായില്ല മച്ചാൻ പറഞ്ഞത്. പക്ഷേ എന്തോ ഒരു കാര്യം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഗോസ്റ്റ് റൈഡർ ഗെയിം എടുക്കുമോ എന്തോ പറഞ്ഞായിരുന്നു കേസ്. അത് നമുക്ക് എന്താണെന്ന് ആ കമൻറ്റ് ഒന്ന് നമുക്ക് വായിച്ച് നോക്കണം. അത് നമ്മൾ ഇനി ലാസ്റ്റൊക്കെ ആ കമൻറ്റിൻ്റെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഗോസ്റ്റ് റൈഡർ അടിച്ച് നോക്കാനായിരിക്കും. നമുക്ക് ആ ലാസ്റ്റ് ആ ഗെയിം അവൻ്റെ കമൻറ്റിനുള്ള മറുപടി ആയിട്ട് ഗോസ്റ്റ് റൈഡർ അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇപ്പം ഇവിടെ ഫസ്റ്റ് നമ്മളെ റേഞ്ച് റോവറിന്ന് ഫസ്റ്റ് നമ്മളെ ഫോർച്യൂണറിൻ്റെ ക്രാഷ് ടെസ്റ്റ് നടത്താൻ കഴിയും. നമ്മൾ ഫോർച്യൂണർ ഇവിടെ നിന്ന് വീണാൽ എന്തായാലും തവിട് പൊടിയാം. ബാക്കിലെ ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു. പൊട്ടിയില്ലെങ്കിൽ എൻ്റെ പേര് മാറ്റിയിടണ്ട. ആ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒന്നും പൊട്ടൂല. എൻ്റെ പേരൊന്നും മാറ്റിയിട്ടണ്ട. ഞാൻ ചാടിക്കോയി എന്ന് പറഞ്ഞ് ചാടിയിട്ടുണ്ട്. എൻ്റെ അളിയ 10ൽ എത്ര റേറ്റിംഗ്? 10ൽ 8 റേറ്റിംഗ് ഉണ്ട് ഈ വണ്ടിക്ക്. 10ൽ 8 ഞാൻ കൊടുത്ത റേറ്റിംഗ്.
ഇനി നമ്മളെ സ്വന്തം വണ്ടിയുടെ പേരെന്തരായിരുന്നു? റേഞ്ച് റോവറിനടുത്ത് ഹെലികോപ്റ്ററൊക്കെ എടുത്ത് നോക്കാണ്ട് ഹെലിപ്പോയി. രണ്ടാമത്തെ ഹെലികോപ്റ്ററാണിപ്പോൾ. എന്താ റേഞ്ച് റോവർ എടുത്ത് ക്രാഷ് ടെസ്റ്റിനാണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നൈസായിട്ട് ഇതാ ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഫോണും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഗെയിമിലോട്ട് പുതിയ അപ്ഡേറ്റായിട്ട് പുതിയ ന്യൂ ഹൗസും ഒക്കെ വരാൻ പോകണമെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ വരുമായിരിക്കും ഗൈസ്. എനിക്ക് എൻ്റെ പിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അയ്യോ നമുക്ക് ഒന്നുകൂടെ റീപ്ലേ അടിക്കാം ഗൈസ്. ശരി, ഒന്നുകൂടെ പ്ലേ കൊടുക്കേണ്ടി വരും ഗൈസ്. ഞാൻ എന്താ അതിനെക്കാട്ടി ഉയരത്തിലാണ് റേഞ്ച് റോവർ ചാടിക്കാൻ പോണത് ഗൈസ്. റേഞ്ച് റോവറിന് ഏകദേശം 2 റേറ്റിംഗാണ് കിട്ടിയോള്. ഫോർച്യൂണറിന് കിട്ടിയോള് 2 കിട്ടിയോളൂ. പക്ഷേ റേഞ്ച് റോവറിന് പവർ ഇത്തിരി കൂടെ കാണണം. കഴിഞ്ഞതിൽ ഒട്ടും പവറില്ലായിരുന്നല്ലോ. ഇതിലെങ്കിലും റേഞ്ച് റോവറിന് അത്യാവശ്യം പവർ കിട്ടട്ടെ. ചുമന്ന കളറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി 9 റേറ്റിംഗ് ഞാൻ കൊടുക്കും ഗൈസ്. 9 റേറ്റിംഗ്. അതിനെക്കാട്ടി ഉയരത്തിലാണ് ചാടിയെങ്കിലും ഒരു ബോണറ്റും ഒരു ഗ്ലാസും അല്ല 2 ഗ്ലാസും ബോണറ്റും മാത്രമേ പൊളിക്കൂ. 9 റേറ്റിംഗ് കൊടുക്കാം ഗൈസ്. ഇത് വിജയിച്ചിരിക്കുന്ന റേഞ്ച് റോവറാണ്. 9 റേറ്റിംഗ് ആണ് ഗൈസ് വണ്ടിക്ക്. സെറ്റ്. റേഞ്ച് റോവർ ഒരു ജഗജില്ല കില്ലാടി തന്നെ. മുടിയൊക്കെ ഒന്ന് മാറ്റിക്കളാൻ നൈസായിട്ട് മാറ്റണം മുടി അങ്ങോട്ട്. എനിക്ക് മുടി ഇഷ്ടമല്ല. ഒരുമാതിരി ആഫ്രിക്കക്കാരുടെ മുടി എനിക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് നമുക്ക് നൈസിന് ഇനി അടുത്തതാണ് ഫോർച്യൂണർ പെടാൻ പോണത്. ആദ്യം നമുക്ക് ഇതിലൊന്ന് ചുമ്മാ ചെയ്തു നോക്കാം. ഇതിൽ നമ്മൾ റേഞ്ച് റോവറിന് ചുമ്മാ ചെയ്യുക. ഇതിലൊന്നും പൊട്ടൂല പാട്ടൊന്നും. അന്തസ് ഫോർച്യൂണറിനെക്കാട്ടിയും ബെറ്റർ റേഞ്ച് റോവറാണ് റേഞ്ച് റോവർ. ഇതും ഒരു ചാലഞ്ച് തന്നെ. ഇതും ഒരു ക്രാഷ് ടെസ്റ്റിൽ പെടുന്നതാണെന്ന് വിചാരിച്ചു ഗൈസ്. ഇതിൽ ഫോർച്യൂണറിന് വെറും 10-5 റേറ്റിംഗേ ഉള്ളൂ. 10-5 റേറ്റിംഗ്. ഒട്ടും സേഫ്റ്റി ഇല്ല. റേഞ്ച് റോവറിന് മിക്കവാറും 10-2 കിട്ടാൻ ചാൻസുള്ളൂ. റേഞ്ച് റോവർ ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും റേഞ്ച് റോവർ ഇങ്ങനെ തോക്കും. റേഞ്ച് റോവറിന് എത്ര ഉയരത്തിൽ നിന്ന് വീണമെന്നൊന്നും സമ്മതിക്കില്ല. ജസ്റ്റ് നമ്മളെ വല്ല തേരുമെല്ലാം കയറ്റുകയാണെങ്കിൽ അപ്പം ടിഷ്യൂ എന്ന് തന്നെ പൊളിഞ്ഞ് വീഴും. എൻ്റെ ആളി 10-10 റേറ്റിംഗ് ഗൈസ് വണ്ടിക്ക്. 10-10 റേഞ്ച് റോവറിൻ്റെ ഇതിലെ റേറ്റിംഗ്. 10-10 ഫുൾ റാമ്പും കയറി ഗൈസ്. എന്നിട്ടും തൊലഞ്ഞില്ല. 10-10 റേറ്റിംഗ് റേഞ്ച് റോവർ. ഫസ്റ്റ് ഒരു ചില്ല് മാത്രമേ പൊട്ടിയോളൂ. എന്നാലും 10-10 റേറ്റിംഗ് കൊടുക്കാം ഗൈസ് നമുക്ക് വേണ്ടി. ഈ റാമ്പിന് ഇനിയിപ്പോൾ റാമ്പ് ടെസ്റ്റ് ചെയ്യാൻ വേറൊരു വണ്ടിയുടെ ആവശ്യമില്ല. റേഞ്ച് റോവർ വേറെ വരത്തുണ്ട് ഗൈസ്. ഇത് തന്നെ എടുക്കാം. പക്ഷേ എൻ്റെ മോനെ ഇത് ബ്രേക്ക് കുടിക്കുമ്പോൾ കറങ്ങി തിരിഞ്ഞ് വന്ന് കിടക്കണം. ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ. അതും കൂടെ മാറിയാൽ പിന്നെ ഇതിന് ഒരു ചോക്കളി പ്രശ്നമില്ല. നമ്മൾ റേഞ്ച് റോവറാണ് ഇത് ജയിച്ച് നിൽക്കുന്നത് ഗൈസ്. എല്ലാത്തിലും റേഞ്ച് റോവറിന് എൻ്റെ കേസ് ജയം. ആദ്യത്തേന് റേഞ്ച് റോവറിനാണ് ജയം. ഫോർച്യൂണർ ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. റേഞ്ച് റോവറിനാണ് ആദ്യത്തേനും ജയം. ഫോർച്യൂണറിൻ്റെ 2 ബാക്കിലെ ചില്ല് മാത്രമേ പോവാതുള്ളൂ. റേഞ്ച് റോവറിൻ്റെ ഒരു ഡോറ് പോവാതുകൊണ്ട് ബാക്കിലെ 2 ചില്ലും കൂടെ പിന്നെ 8 റേറ്റിംഗ് കാണില്ല. റേഞ്ച് റോവറിൻ്റെ ഒരു ഡോറ് ഡ്രൈവർ സീറ്റിലെ ഡോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇതിന് നമുക്ക് ഇതിൽ 10 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഇത് മുമ്പേ പൊട്ടിയ ചില്ലാണ്, അത് കൂട്ടണ്ട. 1 അപ്പോൾ നമുക്ക് 10-8 റേറ്റിംഗ് കൊടുക്കാം ഗൈസ്. ഇതിന് 10-8 റേറ്റിംഗ് ഉണ്ട്. ഇനി നമ്മളെ സ്വന്തം തോൽവി വന്നിരിക്കടാ.
ഇവ ഇറങ്ങിയിട്ട കാട്ടുക്ക തോൽവി, ഇവരിക്കിട്ട് തോൽവിക്ക് തോൽവി, ഇവനൊരു തോൽവി വണ്ടിയാണ്. ഞാൻ ടൊയോട്ട ഫാനാണ് ഗീസ്. ഞാൻ ടൊയോട്ടയുടെ വലിയ ഫാനാണ് ഗീസ്. പക്ഷേ ടൊയോട്ടയുടെ വണ്ടിയാ എന്നിട്ട് എന്തിനാണ് കുറ്റം പറയുന്നത് നിങ്ങൾ പറയില്ലേ ഗീസ് ഒന്നും. ഗീസ് ഞാൻ സുപ്ര ഫാനാണ് ഗീസ്. ടൊയോട്ട കമ്പനിയുടെയും സുപ്രയുടെയും ഫാനാണ് ഗീസ്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഞാൻ കുറ്റം പറയും ഗീസ്. ഇത് അഴുക്ക വണ്ടിയാണ് ഗീസ്, ഒന്നിനും കൊള്ളില്ല. പിന്നെ ഫോർച്യൂണർ ഫാൻ അല്ല ഗീസ്. ഫോർച്യൂണറിന് ഒരു 10ൽ 8 റേറ്റിംഗ് കൊടുക്കാം. ഫോർച്യൂണർ 2 പ്രാവശ്യം വീണിട്ട് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഒരു 10ന് 9 റേറ്റിംഗ് കൊടുക്കാം ഏറ്റവും എന്നാണ് തോന്നുന്നത്. ഇല്ല. ആ ഡിക്കിയുടെ സ്ഥലത്തിൻ്റെ ഇവിടെ ഒക്കെ ഗൈസ് നിങ്ങൾ ചപ്പിപ്പോയി ബാക്ക് ചെറുതായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരു 8 റേറ്റിംഗ് ആണ് ഇതിന് കൊടുക്കുന്നത്. രണ്ടും ടൈ ആയിട്ടാണ് നിൽക്കുന്നത്. അന്തസ് ഗൈസ് ഞാൻ ചെറുതായിട്ട് തറയിൽ പോയി. ഇപ്പം ശരിക്കും തറയിൽ ഗൈസ്. ഇനി നമ്മൾ അടുത്തത് വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഉണ്ട് ഗൈസ്, കണ്ടു നോക്കണം. കാണണം പ്രിയ കൂട്ടരെ, നിങ്ങൾ കണ്ടേ പോള്. നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് ഗ്യാസ് കുറ്റികൾ ഇടും. റേഞ്ച് റോവറിൻ്റെ മണ്ടയിൽ ഗ്യാസ് കുറ്റി ഇട്ടിട്ടുണ്ട്. ആൻഡ് പുട്ട് 1 മിസൈൽ. റേഞ്ച് റോവർ കത്തിക്കരിഞ്ഞ് പോയിട്ടുണ്ട്. എൻ്റെ ആളി എന്താ ലുക്ക്, കറുത്ത ടയറൊക്കെ. ഞാൻ അടുത്ത് പോയപ്പോൾ അതും പോയി ഗൈസ്. ഇനി ഗൈസ് നമുക്ക് അടുത്തത് നമ്മളെ ഫോർച്യൂണർ കുട്ടാപ്പിയാണ്. ചോദിച്ചിട്ട് മോനെ ശുക്ര് എന്താ നിന്നെ ഇന്ന് തോപ്പിച്ചിട്ടേ അടങ്ങും. രണ്ടും ടൈറ്റായിരിക്കും ഗൈസ് മിക്കവാറും. എന്തേര് എടാ അത് വേണ്ട ഒന്നുകൂടെ സ്പോഞ്ച് ഫോർച്യൂണർ വേണ്ട. 2 ഗ്യാസ് കുറ്റി വെച്ചോണ്ട് ഫോർച്യൂണർ തോറ്റെന്നാരും പറയണ്ട. ഇനി നമുക്ക് നൈസിന് ഒരു ഗ്യാസ് കുറ്റി ഇടണം. ആൻഡ് ബാക്കിൽ കിടക്കട്ടെ. ബാക്കിൽ പോയിട്ട് വെടി വെച്ചാൽ പോരെ. ഇവ ഇറങ്ങിയിട കാട്ടുക്ക പുറത്തെ സീത ഇറങ്ങിയിട സീത്തേരിനെ പോയത്തെ അൻലേസ്. രണ്ടിനും ഒരേ റേറ്റിംഗ് ഗൈസ്, 10ൽ 0. തുള്ളി പോലും സർവൈവ് ചെയ്തില്ലല്ലോ ഒരു വണ്ടി. ഗൈസ് ഞാൻ ബൈക്ക് കാണിച്ചിട്ടാണ് ഗൈസ്. എനിക്ക് ഇതിൻ്റെ പേരറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. എനിക്ക് ഈ ബൈക്കിൻ്റെ പേരറിഞ്ഞൂടാ ഗൈസ്. ഇതാണ് ബൈക്ക്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടാ. ഇതിൻ്റെ പേര് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്, നിങ്ങൾക്കറിയാമെങ്കിൽ. ഗൈസ് അവസാനം നമ്മളൊരു കാര്യം കാണിക്കണം ഗൈസ്, അതെല്ലാവരും കാണണം ഗൈസ്. ഇതാണ് നമ്മൾ അവസാനം. ഇതാ ഗൈസ് ഒരു ബ്രോ നമ്മളെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നൈറ്റ് മോഡ് അടിക്കാൻ. നൈറ്റ് മോഡൊന്നുമല്ല 9 അടിക്കാൻ. അപ്പോൾ ഗൈസ് 9 അടിച്ചിട്ടുണ്ട് നമ്മൾ. ഇതാ രാത്രിയായി ഗൈസ്, സൂപ്പർ. ഗൈസ് എൻ്റെ അളിയ ഇത് GTA 5 കടത്തി കിട്ടും രാത്രിയിൽ നല്ല സൂപ്പർ. ഇതൊക്കെ ഉണ്ട് ആകാശത്ത് എന്തോ നിൽക്കുന്നത്. ഒന്നുകൂടെ തിരിച്ച് 9 അടിച്ച് നോക്കിട്ട്. ആകാശത്ത് റാമ്പാ, അത് കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി ഗോസ്റ്റ് റൈഡർ അടിക്കാനാണെന്ന് തോന്നുന്നു ഗൈസ്, മറ്റേ ബ്രോ നമ്മളെ പറഞ്ഞത്. അപ്പോൾ ഗൈസ് എന്താ ഗോസ്റ്റ് റൈഡർ അടിച്ചിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഗോസ്റ്റ് റൈഡർ ടെസ്റ്റ് എല്ലാ വണ്ടിയും. ഞാൻ ഇതിൻ്റെ അടുത്തുകൂടെ പോയാൽ ഗേസ് എല്ലാ ഗ്യാസ് കുറ്റിയും പൂത്തി എത്തൂടെ കിടന്ന്. എന്താ ഈ ഗ്യാസ് കുറ്റിക്കൊന്നും പറ്റൂല ഗേസ്. ഓക്കെ മുക്കാമേല. ഇനി ഗേസ് എനിക്ക് എയർപോർട്ടിൽ പോയി പൈസ കൊടുത്തൊന്നും വേറെ സിറ്റികളിലോട്ടൊന്നും പോകണ്ട. ഒരു വണ്ടി വാങ്ങിച്ചിടുക, ആൻഡ് ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുക്കുക, ആ വണ്ടിയുടെ മണ്ടയിൽ പോയി അങ്ങ് ഇടിച്ചു കൊടുക്കണം.
ഞാൻ ഫിലിപ്പൈൻസ് എത്തിയെന്ന് ചോദിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഒന്ന് ദുബായ് വരെ പോകണം. ഞാൻ ദുബായിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ദുബായിലെത്താത്തേ? ഒന്നും കൂടെ ദുബായിൽ പോകാം നമുക്ക്. അവിടെ ഒരു ദുബായിക്ക് പോകാനുള്ള ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു, ഫ്ലൈറ്റാണെന്ന് തോന്നി നിൽക്കുന്ന. ദുബായിക്ക് പോകാൻ പറ്റിയില്ല ഈ ഫ്ലൈറ്റിൽ. ഈ ഫ്ലൈറ്റ് മിക്കവാറും ഞാൻ ദുബായിലോട്ട് തെറിക്കും. റാമ്പ് കണക്കത്തെ ഫ്ലൈറ്റല്ലേ ഈ ഫ്ലൈറ്റിൽ. ചിലപ്പോൾ ദുബായിലോട്ട് സിമ്പിളായിട്ട് തെറിക്കാൻ പറ്റുമായിരിക്കും. റാമ്പിൽ കൂടെ ദുബായിലോട്ട് പോകാൻ പറ്റുമോ നോക്കാം. ഒന്ന് ദുബായിലോട്ട് പൊക്കോളാൻ വയ്യ. ദുബായിൽ പോയിട്ട് അവിടുത്തെ ഒട്ടകത്തിനെ എടുത്തുകൊണ്ട് വരാം. നമുക്കൊരു ഒട്ടകത്തിനെ വാങ്ങിച്ചുകൊണ്ട് വരാം. എന്നിട്ട് എന്ന് ഒട്ടകപ്പാൽ കുടിക്കാം. പാട്ടിടാൻ സമ്മതിക്കൂല എന്നെ കൊണ്ട്. അവിടെ ബൈക്കഡ്രാ എടുക്ക് ബൈക്ക് റെഡി ചെയ്യാം. ബൈക്കിൽ കയറാൻ പറ്റില്ല, കാറെടുക്കാം. കാറെടുത്തിട്ടാലും ഞാൻ തട്ടും, തീരും. എനിക്ക് ഇന്ന് 5-0 അടിച്ച് തീരണ്ട. കാറിൽ ഇരുന്ന് തീർന്നാൽ മതി. ഇത്രയ്ക്കായ പാട്ടിടാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നു ഞാൻ. ധാരാ